അല്ല മെഹർ ഇതേക്കോ പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസുകളിൽ ഈ മസ്താനി മെഹറൊക്കെ ഇപ്പോഴത്തെ ഇൻഫ്ലുവൻസേഴ്സ് ഹോസ്റ്റ് ചെയ്യുന്ന കുട്ടികൾ അതിൽ കുറെ ആളുകളിലൊക്കെ ഇവിടെ വരുമെന്നൊക്കെ ഉള്ള പ്രതീക്ഷകൾ ഉണ്ടായിരുന്നവരാ. ഇപ്പൊ മസ്താനിക്ക് പോയിട്ടുണ്ട്. മെഹറിന് എന്തായിരിക്കും അതിനകത്ത് അവര് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ ചെല്ലുന്നതിന്റെ യോഗ്യത എന്തായിരിക്കും മെഹറിന്റെ? നമുക്ക് ഒരു യോഗ്യത ഇല്ലാണ്ട് അവര് നമ്മൾ എന്തായാലും വിളിക്കില്ല. നമ്മളിപ്പം ഫസ്റ്റ് ഓഡീഷൻ ആണെങ്കിലും സെക്കൻഡ് ഓഡീഷൻ ആണെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാണ്ട് അവർ നമ്മളെ ആ ഒരു കോളിനോ അവരുടെ ഒരു ഓഡീഷൻ അറ്റൻഡ് ചെയ്യാൻ പോലും നമ്മളെ വിളിക്കത്തില്ല. നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ട്. ഇപ്പം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഞാനിപ്പോ ഒരു 1 ഇയർ നന്നായിട്ട് ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പൊ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ട്. ഇപ്പം ഇന്റർവ്യൂസ് മാത്രമല്ല, ഞാൻ ഇന്റർവ്യൂസ് ആണെങ്കിൽ ഞാൻ സെക്കൻഡറി ആയിട്ട് കാണുന്നതാ. എന്റെ പ്രൈമറി ഞാനാണെങ്കിൽ എന്റെ കോണ്ടന്റ് ക്രിയേഷൻ തന്നെയാണ്. എന്റെ ഇൻസ്റ്റാഗ്രാം ആണ് ഞാൻ കാണുന്നത്. അപ്പൊ അതിൽ നമ്മളാണെങ്കിൽ എന്തെങ്കിലും കോണ്ടന്റ് കൊടുത്തോണ്ടായിരിക്കും അവർ വിളിച്ചിട്ടുണ്ടാവുക. അല്ലാണ്ട് വെറുതെ വെല്ലോടത്തിരിക്കുന്ന ഒരാളെ എന്തായാലും വിളിക്കത്തില്ലല്ലോ. നമ്മുടെ ഭാഗത്തുനിന്ന് അല്ല മെഹറിന്റെ കണ്ടന്റ് എന്താണ്? ആളുകളെ സമാധാനിപ്പിച്ച് ഇങ്ങനെ പോണതാണ്. അത് കണ്ടിട്ടായിരിക്കും, എനിക്കറിയില്ല ഇനി ബിഗ് ബോസ് എത്രത്തോളം അത് മാർക്കറ്റ് ചെയ്യുമെന്ന്. എത്രത്തോളം കണ്ടന്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇന്നൊരു കണ്ടന്റ് ദേഷ്യപ്പെട്ട് പാട്ട് പാടുവോ ഡാൻസ് കളിക്കുക അങ്ങനെ ആക്ടിവിറ്റികൾ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് വേണമെന്ന് വെച്ചാൽ പാട്ട് പാടാൻ എനിക്ക് കഴിവൊന്നുമില്ല. പക്ഷെ വേണമെങ്കിൽ കുറച്ച് നാൾ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ 2-3 അങ്ങനെ കണ്ടിട്ടുണ്ട്. റീൽസ് ഒക്കെ റീൽസ് അങ്ങനെ നാദിയുടെ കൂടെയുള്ള റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ചേച്ചിയുടെ ഒപ്പം ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. ഒരു കണ്ടന്റ് ഇല്ലാത്ത ആള് അല്ലല്ലോ. എന്തെങ്കിലുമൊക്കെ സമൂഹത്തിന് കൊടുക്കുന്നതുകൊണ്ടായിരിക്കും. പിന്നെ ഞാൻ റീസെന്റ് നമ്മുടെ കൊച്ചിയിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു സംഭവത്തിനെതിരെ ഞാൻ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു വിഷയം? ഞാനാണെങ്കിൽ വർക്ക് കഴിഞ്ഞിട്ട് നമ്മള് ചങ്ങമ്പുഴ പാർക്ക് അവിടെ നിൽക്കുന്ന സമയത്ത് അത് മെഹറായിരുന്നു. കുറച്ച് ആൾക്കാർ ഇവര് മാറിപ്പോകുന്നോണ്ടിട്ടാ ഈ മസ്താനിന് മെഹറിന് കുറെ ആൾക്കാർ വന്ന് വളരെ മോശമായി ഇഷ്ടപ്പെടുത്തില്ല മസ്താനിനെ പറ്റി. അല്ല അങ്ങനെയല്ല, ഞങ്ങൾ രണ്ടാളും ഇപ്പം മസ്താനിക്കാണെങ്കിലും അങ്ങനെ പറയുമ്പോ ഇഷ്ടപ്പെടുന്നില്ല. നമ്മള് ഫ്രണ്ട്സ് ആണ് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് രണ്ടുപേർക്കും സെപ്പറേറ്റ് ഐഡന്റിറ്റി ഇല്ലേ? ഐഡന്റിറ്റി അല്ല പറയുന്നത്. ഞാൻ ഐഡന്റിറ്റി പറഞ്ഞില്ലല്ലോ. നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഇരിക്കണം എന്നല്ലേ പറഞ്ഞുള്ളൂ. അതെ. അപ്പൊ ചേച്ചിക്ക് ദേഷ്യം വരുന്നുണ്ടോന്ന് വെച്ചാൽ എനിക്ക് എന്തിനാ ദേഷ്യം വരുന്നത്? എനിക്ക് തോന്നി അങ്ങനെ. ഇല്ല ദേഷ്യം അങ്ങനത്തെ പ്രശ്നങ്ങളോ അങ്ങനത്തെ ഒരു ഈഗോയും കോംപ്ലക്സും അത് ചില കുടുംബശ്രീ അമ്മായിമാരുടെ സ്വഭാവമല്ലേ. എല്ലാരും അങ്ങനെ ആവണമെന്നില്ലല്ലോ. എന്നെ എടുത്തിക്കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നാലിടാവൂല. അതാ ഞാൻ പറഞ്ഞ അങ്ങനെ ഒന്ന് പറഞ്ഞ അടുത്തതിന് ഇതാവുന്ന ഈഗോ. നല്ല ഫ്രണ്ട്സ് ആണോ? നമ്മള് ഫ്രണ്ട്സ് ആണ്. ഓക്കെ. അപ്പം അതിനെതിരെ ഞാൻ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചു. ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു പ്രതികരിച്ച നന്നായി. ഒരുപാട് ആൾക്കാർ ഇതിനെപ്പറ്റി പറയാൻ മടിക്കുന്ന കാര്യങ്ങളാണ്, അങ്ങനെ സംസാരിച്ച നന്നായി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടും വിളിച്ചിട്ടും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു കണ്ടന്റും കൊടുക്കാണ്ടല്ലോ. ഇപ്പം ഇവിടെ ഈ ഒരു ഇന്റർവ്യൂ സീറ്റിൽ വന്ന് ഇപ്പം ഒരു 1 ഇയർ ആയിട്ട് ഇന്റർവ്യൂ. എങ്ങനെയാണ് ഇതിനോട് പാഷൻ തോന്നിയത്? സത്യം പറഞ്ഞാൽ അങ്ങനെ ഇന്റർവ്യൂ എടുക്കണം അങ്ങനെ. ഞാൻ MBA പഠിച്ചിട്ടുള്ള ഒരാളാണ്. MBA പഠിച്ച് വല്ല ഒരു 9 to 5 ജോബ് ചെയ്യണം അങ്ങനെ ഒക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു. പക്ഷെ ലൈഫ് ഫുൾ ഒരു ട്വിസ്റ്റും ഇതൊക്കെയല്ലേ. അപ്പൊ അങ്ങനെ ഇന്റർവ്യൂ എടുക്കുന്നു. അങ്ങനെ ഇപ്പം ബിഗ് ബോസിലേക്ക് ഒരു കോള് വന്നതെന്ന് തന്നെ പറഞ്ഞ അതൊക്കെ തന്നെ ഒരു വലിയ കാര്യമാണ്. എനിക്കിത് ഇഷ്ടം. കൊള്ളാം. ആക്ട് ചെയ്യാൻ ഇഷ്ടമുണ്ടോ? ആക്ടിങ് അങ്ങനെ അഭിനയിക്കാൻ അറിയത്തില്ല സത്യം പറഞ്ഞ. ആക്ടിങ് വർക്ക്ഷോപ്പിനൊക്കെ പോയാൽ മതി. സുന്ദരിയാ അഭിനയിക്കുക. അതില് പറയുമ്പോ തന്നെ എന്നിട്ട് തൊപ്പിയും കെട്ടി സുഖമായിട്ട് ജീവിക്കുക. അവിടെയും തൊപ്പിയുടെ ലൈവിൽ നിന്ന് ചേച്ചിനെ വലിച്ചു കീറും. എനിക്കത് പ്രശ്നമില്ല. എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ്. അവൻ വലിച്ചു വിളിച്ചോ ദിയാസുനാന്ന് വിളിച്ചോ? കിട്ടിയ പേരാ അത് വിളിച്ചോ? ഒരു പ്രശ്നമില്ല. എനിക്കൊരു പ്രശ്നമില്ല. തൊപ്പി ഇന്ന് എന്നെ വലിച്ചു കീറുന്നുണ്ട്. ശരി, പക്ഷെ ഇവളിപ്പോഴാണ് പറഞ്ഞ കേട്ടോ നിങ്ങൾ സിസ്റ്ററായിട്ട് അങ്ങ് അംഗീകരിച്ചു എന്നുള്ളത്. ബട്ട് എനിക്കത് അറിയില്ല. സോ കൊള്ളാടെ, നിങ്ങൾ കൊള്ളാം ചേച്ചി. കല്യാണം കഴിച്ചാൽ മാത്രമാണ് നമ്മളിങ്ങനെ ഇതാവണമെന്നല്ലോ. നമുക്ക് എന്താ നല്ല ഫ്രണ്ട്സ് ആയിട്ടിരിക്കാം. ഇപ്പൊ എന്താ നല്ല ഫ്രണ്ട്സ് ആയിട്ട് നല്ല കോംബോ ആയിട്ടുള്ള തൊപ്പിനെ മേറിനെ ഒരുമിച്ചിട്ട് അടങ്ങുകളൊന്ന മട്ടിലാവുന്ന എല്ലാരും ഇപ്പൊ പറയും. അതല്ല, ഇപ്പൊ കൊറേ ആൾക്കാർ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് ആൾക്കാർ വൃത്തിയായിട്ട പിള്ളേര്. ചേച്ചിയൊന്നും എക്സ്പെക്ട് ചെയ്തില്ലല്ലോ ഇത്. ഞാൻ ചേച്ചിക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് തൊപ്പിയായിട്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. സാധാരണ ആൾക്കാര് ഒരു
ഒരു ആണും പെണ്ണും നിന്ന് സംസാരിക്കുമ്പോഴും അവരുടെ ഒരു ബോണ്ട്, അതൊരു ഫ്രണ്ട്ഷിപ്പ്, അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരാൾക്ക് ഞാൻ അങ്ങനത്തെ ഒരു രീതിയിലാണ് ചേച്ചിനെ പ്രതീക്ഷിച്ചത്. ഞാന് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ അംഗീകരിക്കുന്നു. ഞാൻ വൈൻഡപ്പിൽ കോട്ട് ചെയ്യണമല്ലോ നമ്മള്. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ ഞാൻ അംഗീകരിക്കുന്നു. ഐ ലൈക്ക് ഇറ്റ് യുവർ കോംബോസ്. നിങ്ങളുടെ രണ്ടുപേരുടെയും കോംബോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ലവബിൾ പേഴ്സൺസ് ആയിരുന്നാൽ നിങ്ങളുടെ ആ ഇമോഷൻസ് കാണുമ്പോൾ ഉള്ളൊരു, നിങ്ങൾ ചെറിയ സമയത്തൊക്കെ തൊപ്പി ആയാലും നീ ആയാലും ഷൈ ആവണതൊക്കെ കണ്ടിട്ടുണ്ട്. അത് കണ്ടപ്പോഴത്തേക്കൊക്കെ നമുക്കൊരു രസം തോന്നില്ലേ? നമ്മളിങ്ങനെ ഗോസിപ്പൊക്കെ പറയുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ എൻ്റെയൊക്കെ ചുറ്റിലുള്ള ആൾക്കാരടുത്തൊക്കെ ഞാനിരുന്നുകൊണ്ട് പറയും. ഞാനിപ്പോഴും തൊപ്പിയുടെ അടുത്ത സുഹൃത്താണ് സായി. ഞാൻ സായിയുടെ അടുത്ത് വിളിക്കുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞത് എനിക്ക് അവനോടൊന്ന് സംസാരിക്കണം. ഞാൻ നോർമലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിപ്പോൾ എൻ്റെയൊക്കെ കൂടെയുള്ള ആൾക്കാരൊക്കെ ഫെമിനിസം പറയുന്ന ആൾക്കാരായാലും ചുറ്റിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇരുന്നുകൊണ്ട് പറയും ഒരു തൊപ്പിയെ പോലുള്ള ഒരാളുടെ അടുത്ത് എന്നൊക്കെ ചോദിക്കും. പക്ഷെ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആ തുടക്ക സമയത്ത് മറ്റേ ഇതായിട്ട് വന്നതിനോടൊന്നും, പക്ഷെ ഇപ്പൊ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആലോചിച്ചൊക്കെ തൊപ്പിയാണെങ്കിൽ നമ്മൾ ആദ്യമൊക്കെ തൊപ്പി എല്ലാവരെയും ഭയങ്കര ഇതായിട്ട് വിചാരിച്ച ഒരാള് ഇപ്പോ ആളുടെ ലൈഫ് തന്നെ മാറിയില്ലേ, ചേഞ്ച് ആയി. ഞാൻ തൊപ്പിയുടെ ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എന്തോരം നല്ല നല്ല കമന്റ്സ് എന്നറിയോ, ലൈക്ക് ഭയങ്കര മെച്ചോർഡായി ആള്. എത്രയോ ആൾക്കാരെ, ഒരു കുടുംബ ബന്ധവും ഒരു ഇതുമില്ലാത്ത ആൾക്കാരെ തൊപ്പിയാണെങ്കിൽ അവരെ നോക്കുന്നു, അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, അത് ലവ് അതിനകത്ത് അങ്ങനെയൊന്നുമല്ല. നല്ലത് കണ്ടാൽ ഞാൻ പറഞ്ഞത് എനിക്കത് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. അപ്പൊ എന്റെ ഇഷ്ടം നിങ്ങൾ ഇഷ്ടപ്പെടണമെന്നോ അങ്ങനെയൊന്നും അല്ല ഞാൻ പറഞ്ഞത്. എനിക്കത് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാനിങ്ങനെ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കത്തില്ലേ, നല്ല രസമല്ലേ അതൊക്കെ. കുടുംബശ്രീയില് അല്ല, ആക്ച്വലി ഇത് നല്ല കാര്യങ്ങൾ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം കുറെ പേർക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ലൈവിലൊക്കെ ഇരുന്ന് തന്നെ അവൻ ആ ക്യാഷ് കളക്ട് ചെയ്യുന്നതും അപ്പം കുറേ പണികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രയൊക്കെ ഇനി മറ്റേ 2K കിഡ്സിൻ്റെതും അവരെയൊക്കെ മറ്റേ ഇതെന്ന് പറഞ്ഞാലും അവൻ ചില വാക്കുകൾ ഉപയോഗിക്കുന്നത് എനിക്കൊക്കെ ഉണ്ട്. ഞാൻ നല്ല രീതിയിൽ ചീത്തയൊക്കെ പറയും, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തോന്നുന്നതൊക്കെ പറയുന്ന ഒരാളാണ്. അപ്പോൾ ക്യാരക്ടർ വൈസസ് ആണ് പെണ്ണെന്നുള്ള ഇതൊന്നുമില്ല, ചില സ്വഭാവങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ, എനിക്കും ഉണ്ട്. അപ്പം ഞാനിത് ഇതാക്കുന്നത് കാരണം ഈ ലൈഫ് ജേർണിയുടെ ഇടയിൽ ഇപ്പം അവരുടെ പാസ്റ്റിനെ പറ്റി പറയുന്നത് ശരിയല്ല. അപ്പോൾ അയാളുടെ ഇതിനകത്ത് റിലേഷൻഷിപ്പും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുവന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു നല്ലൊരു സുഹൃത്തായിട്ട് നമ്മൾ കണ്ടത് മെഹറിനെയാണ്, കമ്മ്യൂണിക്കേഷനിൽ പെൺകുട്ടികളുടെ ഇടയിൽ. സോ അത് വെച്ചിട്ട് നമുക്കൊരു അനലൈസേഷൻ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അവൻ കുറച്ചുകൂടെ ബെറ്ററായി കുറേ കാര്യങ്ങൾ ചിന്തിച്ച് ചെയ്യുന്നു, കുറേ കാര്യങ്ങൾ ഇതാക്കുമ്പോഴത്തേക്ക് അവൻ അവൻ്റേതായിട്ടുള്ള ഒരു ലൈഫിനെ ചൂസ് ചെയ്യുമ്പോൾ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെൻറ്റ്സുകൾ ഉണ്ടാകുന്ന മനുഷ്യരാവട്ടെ അവൻ്റെ കൂടെ എന്നത് നമ്മളുടെ ഒരു പ്രതീക്ഷയാണ്. അവനും ഈ പറഞ്ഞ പോലെ പാരൻറ്റിങ് ഒക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിലൂടെയൊക്കെ പോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് മനസ്സിലാവുന്നത്. അപ്പോൾ എപ്പോഴും കൂടെ നിൽക്കുന്ന മനുഷ്യരും അടുത്തുള്ളവരും സന്തോഷവും സ്നേഹവും ഭയങ്കര ഇതും തന്നാൽ അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ഇതുണ്ടാവും. അപ്പോൾ സോ അത് വെച്ചിട്ട് പറഞ്ഞു. ഇപ്പം ചിലപ്പോൾ അവൻ ഇതിനെ വെച്ചിട്ട് വലിച്ചീറുമായിരിക്കും. എനിക്കതൊന്നും ഒരു പ്രശ്നവും അല്ല. എനിക്കിതൊന്നും ഒരു പ്രശ്നമല്ല, ഞാൻ ഇതിലപ്പുറം അങ്ങനെയൊന്നും അല്ല, ഞാൻ ഹോണസ്റ്റായിട്ട് പറഞ്ഞതാണ്. അപ്പം അത് പല ആളുകൾ പലതരത്തിലാണല്ലോ വിലയിരുത്തുന്നത്. അപ്പം ഇതിപ്പോൾ ഇതിനെ നെഗറ്റീവായിട്ട് കാണുന്ന കുറേ ആൾക്കാരുണ്ട്, അവർക്ക് സാധിക്കാത്തത് കൊണ്ടിട്ട്. ഇപ്പം തൊപ്പി ഈ പ്രായത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ ആളുകൾക്ക് സാധിക്കാത്തവരുണ്ട്. അവർക്ക് ഭയങ്കര ഈഗോയും അസൂയും കുശുമ്പും ഒക്കെയാണ്. അപ്പം അവരിത് പറയും, ഇപ്പം ഹിന്ദി അധ്യാപകൻ വന്ന് അവിടെ ജോയിൻ ചെയ്യുന്നു ഇവരുടെ ഗ്യാങ്ങിനകത്ത്. അങ്ങനെ വിദ്യാഭ്യാസ സമ്പന്നരായിട്ട് യോഗ്യതയുള്ള മനുഷ്യർ പല ജോലികളും ചെയ്യാൻ പ്രാപ്തിയുള്ളവർ പോലും വരുമാനം കണ്ട് ഭയങ്കരമായിട്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ, ഇപ്പം ഞാൻ പറഞ്ഞില്ല MBA പഠിച്ചതാണ്, എന്റെ കൂടെ പഠിച്ചവർക്ക് ഇപ്പം ഒരുപാട് കമ്പനീസിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ഒരു മാസം കിട്ടുന്നത് 15-20 രൂപയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും? അതെ. പക്ഷെ ആ സമയത്താണെങ്കിൽ യൂണിവേഴ്സ് ഒന്ന് രഹസ്യമായിട്ട് തൊപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ചിലപ്പോൾ അതിനകത്ത് ജോയിൻ ചെയ്യാൻ സാധ്യത നല്ലതാ തീർച്ചയായും. ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അത് പെണ്ണുങ്ങളും ആണുങ്ങളും പല ആളുകളും അത് എങ്ങനെയാണ് ആ സ്ട്രീമിംഗ് കൊണ്ടുപോകുന്നത്, അതിനകത്തു നിന്നുള്ള വരുമാനം എങ്ങനെ ഉണ്ടാവുന്നു, അത് കാരണം ഇപ്പോഴൊക്കെ നടക്കത്തുള്ളൂ. ചിലപ്പോൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഈ സ്ട്രീമിംഗിൽ നിന്നൊക്കെ പൈസകൾ കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊന്നും മുന്നോട്ട് കൊണ്ടുപോകാനും നടക്കത്തില്ല. ഇപ്പം അതിനൊരു എമൗണ്ട് ഒക്കെ വരുന്നോണ്ടിട്ട് നടക്കും. ചേച്ചി, അപ്പൊ നമ്മൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്, ഈ സീസൺ ബിഗ് ബോസ് ആര് കപ്പടിക്കും എന്നാണ് ചേച്ചിക്ക് തോന്നുന്നത്? അങ്ങനെ പറയാനായിട്ടില്ല. എന്നാലും ഒരാൾ ഇതുവരെയുള്ള ഈ ഒരു 26-27 ദിവസത്തെ ഗെയിം അനുസരിച്ച് ആർക്കാണ് കപ്പ് കിട്ടാൻ? ഈ അനീഷ് ഒന്ന് വോട്ടിംഗ് ഇതിലും കൂടെ വന്നിരുന്നെങ്കിൽ ഒന്ന് അറിയാൻ പറ്റുമായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് നോമിനേഷനിൽ ഒരു പ്രാവശ്യം വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് അറിയാൻ പറ്റുമായിരുന്നു. ഇപ്പം നിലവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതിനകത്ത് അനുമോള് കപ്പടിക്കും അല്ല കാണുന്നത്. ഇപ്പോഴത്തെ കാഴ്ചയാണ്. ഗെയിംസ് മാറി മറിഞ്ഞാൽ അയാളുടെ വോട്ടിങ്ങിന്റെ ഒരു സാധനം കൂടെ കാണണം. പിന്നെ ഷാനവാസും കുറച്ച് കൂടുതൽ അവരുടെ കൂടെ ഒന്ന് പോകുന്നുണ്ട്. ഷാനവാസിന്റെ ജിസേലിന്റെ വോട്ട്
കൺവേർട്ട് ഇപ്പൊ ആദിലാനൂറയ്ക്ക് വരുന്നുണ്ട്. അപ്പൊ ഒന്ന് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഇരിക്കാൻ സാധിച്ചാൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഇനിയും എന്താ പറയാ, ഇതുപോലത്തെ ഒരു ചർച്ച ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. എനിക്കറിയാം ചേച്ചി ഉദ്ദേശിച്ച പോലത്തെ ഒരു ആങ്കർ അല്ല ഞാൻ. അല്ലല്ല, ഞാനിവിടെ വന്നിരുന്നപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഞാൻ പൊതുവെ വന്നിരിക്കുന്നിടത്ത് ഒരു ഹോസ്റ്റായിട്ടുള്ളവർ എന്തെങ്കിലും ഇപ്പൊ ഒരു കോൺട്രവേഴ്സി ആണ് എന്നെ ആളുകൾ വിലയിരുത്തിയിരിക്കുന്നത്. അപ്പം ഞാൻ പല പല കോൺട്രവേഴ്സികൾ ശരിക്കും പബ്ലിക്കിൽ നിന്ന് ചെയ്യുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇപ്പം റവല്യൂഷൻ്റെ ഭാഗമായിട്ടാണ് പുറത്തേക്ക് നമ്മൾ ഇങ്ങനെ സ്ത്രീകൾ വരണം എന്നുള്ളതിൻ്റെ മാതൃകയാവണമെന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അത് എൻ്റെ ബാഡ് ആക്ടിവിറ്റികളല്ല എടുക്കാനുള്ളത്, ഞാൻ ചെയ്യുന്ന ഇത്തരം നല്ല ആക്ടിവിറ്റികൾ എടുത്ത് ചെയ്യണമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പം പൊതുവെ ആളുകൾ അങ്ങനത്തെ ആളുകൾ തന്നെയായിരിക്കും ഇരിക്കുന്നത്. ഒന്നുകിൽ പൊളിറ്റിക്കലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളായിരിക്കും ഇൻ്റർവ്യൂ ചെയ്യുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ഫയർ മൂഡിൽ വരുന്ന ആളുകളായിരിക്കും ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം മെഹറിനെ പോലുള്ള ഒരാൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴത്തേക്കും കുറേ സോഷ്യൽ റെലവൻ്റ് ആയിട്ട് തന്നെ ഉള്ള ഈ പറഞ്ഞ സിനിമ, എൻ്റർടൈൻമെൻറ്റ്സ്, ഇതിലൂടെയൊക്കെയുള്ള ആളുകളെയാണ് എടുത്ത് കണ്ടിട്ടുള്ളത്. അപ്പോൾ അവിടെ എന്തായിരിക്കും മെഹർ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നുള്ളത് ഒരു കൺഫ്യൂഷനായിരുന്നു. പിന്നെ എബൌട്ട് ബിഗ് ബോസ് ആയതുകൊണ്ട് തന്നെ ഈ നിങ്ങളുടെ പേരൊക്കെ ഇടയ്ക്കൊക്കെ കേട്ട് വന്നത് കൊണ്ടിട്ട് ബിഗ് ബോസിനെ പറ്റിയിട്ടുള്ളൊരു ധാരണ ഏകദേശം ഉണ്ട് എന്ന് മനസ്സിലാക്കി. എന്തായാലും അതായിരിക്കുമല്ലോ ചർച്ചയുടെ പാറ്റേൺ. സോ ദാറ്റ്സ് വൈ നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ച് അത് മാത്രമായതുകൊണ്ടിട്ട്. ഇപ്പോൾ എബൌട്ട് മൈ ലൈഫ് റിലേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അത്തരം വേറൊരു കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യുമെന്ന് അറിയില്ലല്ലോ. സോ അപ്പോൾ പിന്നെ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ചെയ്തു, എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. മെഹറിനെ ആരും അണ്ടർസ്റ്റിമേറ്റ് ചെയ്തത് മെഹറിനെല്ലാം പോവും.